എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇന്ന് ഞാൻ മിസ് ചെയ്തൊരു സംഭവമുണ്ട്. ഹെഡേക്ക്. ഇതാണ് തലവേദന തല്ല്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ പേരിലാണ് ഈ തലവേദനയെ കുറിച്ചുള്ള ടോപ്പിക്കിനെ കുറിച്ച് തല്ലുണ്ടാക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു, മറ്റാൾ അത് കേട്ടു, അയാൾ പോയി പറഞ്ഞു, മറ്റാൾ പറഞ്ഞില്ല. ഷാനവാസിന്റെ തലവേദനയെ കുറിച്ച് അനീഷ അറിഞ്ഞില്ല, അപ്പൊ സംസാരിച്ചില്ല. ഇത്രയേ ഉള്ളൂ സംഭവം, ചെറിയൊരു കാര്യം. അത് നോമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് ജസ്റ്റ് നോമിനേഷൻ കാരണം ഉണ്ടായ ഫൈറ്റ് ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതിൽ ആ ഫൈറ്റിന്റെ ഒരു കാരണം ഉണ്ടായിരുന്നില്ല അല്ലെ. ഒരു കണ്ടന്റ്, ജസ്റ്റ് ഒരു കണ്ടന്റ് മേക്കിംഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പലരും അവിടെ കാണിച്ചു കൂട്ടിയത്, അഭിലാഷ് ആണെങ്കിലും ആരായാലും കാണിച്ചു കൂട്ടി അതുപോലെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു രേണുവിന് ചിലപ്പോൾ തലവേദന ഉണ്ടായി കാണും, മേ ബി. അപ്പം ഷാനവാസിനും ഉണ്ടായിട്ടുണ്ട്, ആരും ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പറഞ്ഞില്ല, അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തു, ഇവർക്ക് കൊടുത്തില്ല. അത് പറഞ്ഞിട്ടുള്ള റീസൺ ആണ്. ഈ തലവേദന എന്ന സംഭവം മെഷർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് മെഷർ ചെയ്യാൻ അറിയത്തില്ല. ഒരാൾ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല അല്ലെ. ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് റിയാക്ട് ചെയ്യുക. മെജോറിറ്റി ടൈം ഈ തലവേദന, പല വേദനകൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരാൾ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റും. പനിയാണെങ്കിൽ തൊട്ട് നോക്കിയാൽ പനി ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റും, ബാക്കിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ തല്ലു പിടിച്ച് ചേർന്ന് സമയം കളയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് നോമിനേഷൻസിലേക്ക് വരാം. നോമിനേഷൻസ് എത്ര പേരാണ്? ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിസ്റ്റ് എല്ലാം അതുപോലെ തന്നെയാണ് വന്നത്. അപ്പൊ നോമിനേഷൻസിൽ 8 പേര് നോമിനേറ്റഡ് ആണ് അല്ലെ. 8 പേര് നോമിനേറ്റഡ്. നോമിനേഷൻ 8 പേര് നോമിനേറ്റ് ആകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇതിൽ ആരായിരിക്കും പോവാ? എനിക്ക് തോന്നുന്നു ശൈത്യ ആയിരിക്കാൻ പോവാൻ ചാൻസ് കൂടുതൽ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പോവാണെങ്കിൽ, എലിമിനേഷൻ ഉണ്ടെങ്കിൽ. അപ്പം ഇപ്പൊ മനസ്സിലായല്ലോ ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസ് എന്താ കളിച്ചേ കാരണം എന്ന്. എനിക്കത് കോമണറെ രക്ഷിക്കാനാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം നോമിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നോക്കാം നമുക്ക്. പക്ഷെ എന്തായാലും അനീഷ് കളിക്കുന്നുണ്ട്. അനീഷ് നോമിനേഷൻ ഉണ്ടായിരുന്നാലും എനിക്ക് തോന്നുന്നു അനീഷ് രക്ഷപ്പെട്ടാനേ.